ചെറുപ്പത്തിൽ വായിച്ച ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഒരാൾ ഒരു മരുഭൂമിയിലൂടെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്താണ് കുറച്ചകലെയായി ഒരാൾ മരണത്തോട് മല്ലിടുന്നതായും സഹായത്തിന് അഭ്യർത്ഥിക്കുന്നതായും കണ്ടത്. ഇദ്ദേഹം നേരെ കുതിരയെ അങ്ങോട്ട് കൊണ്ടുപോയി കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ആ മനുഷ്യന് വേണ്ട സഹായങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ആ സമയത്ത് പെട്ടെന്ന് അവിടെ കിടന്നിരുന്ന മനുഷ്യൻ ചാടി എഴുന്നേറ്റ് കുതിരപ്പുറത്ത് കയറി കുതിരയെ ഓടിച്ചുപോയി. അപ്പോഴാണ് സഹായിക്കാൻ വന്ന മനുഷ്യന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായത്. അദ്ദേഹം ഈ കുതിരയുടെ പുറകെ കുറേ ഓടി. എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഒരു നിമിഷം നിൽക്കൂ, നിങ്ങൾ കുതിര എടുത്തോളൂ, ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം കേൾക്കൂ എന്നും പറഞ്ഞു. അങ്ങനെ ഇത് കേട്ട വഞ്ചകനായ വ്യക്തി കുറച്ചകലെ കുതിരയെ ഒന്ന് നിർത്തി. അപ്പോൾ ഈ കുതിരയുടെ ഉടമസ്ഥനായ വ്യക്തി അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, താങ്കൾ എൻ്റെ കുതിരയെയും അതിലുള്ള മുഴുവൻ സമ്പത്തും എടുത്തോളൂ, പക്ഷെ ഒരൊറ്റ അപേക്ഷയുണ്ട്. ഈ സംഭവം നിങ്ങൾ മറ്റൊരാളോടും പറയരുത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ മരുഭൂമിയിൽ യഥാർത്ഥത്തിൽ തന്നെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ ഇനി ആരും മുന്നോട്ട് വരില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളും ഇതറിയാൻ ഇടവരരുത് എന്നാണ് അദ്ദേഹം ആ മനുഷ്യനോട് പറഞ്ഞത്. തൻ്റെ വാഹനവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ആ മനുഷ്യൻ ആശങ്കപ്പെട്ടത് കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ഭാവിയിൽ ആരെങ്കിലും മടിച്ചു നിൽക്കുമോ എന്നതാണ്. ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നവരെ തടയാൻ ഇടയാകരുത് എന്ന മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാന പാഠമാണ് ഈ കഥ നമ്മോട് പറയുന്നത്. ഇത് പറയാൻ കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയ പ്രചാരണമാണ്. നമ്മുടെ നാട്ടിൽ സർക്കാരിന് സംഭാവന നൽകരുത് എന്ന് പറഞ്ഞുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 2 പ്രളയ സമയങ്ങളിൽ, കോവിഡ് കാലത്ത് എല്ലാം ലോകമെമ്പാടുമുള്ള മലയാളികളും മറ്റുള്ളവരും കൈകോർത്തുകൊണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങളെ, 10,000-കണക്കിന് മനുഷ്യരെ അവരുടെ ദുരിതങ്ങളിൽ നിന്ന് കരകയറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ എന്തെങ്കിലും സ്ഖലിതമുണ്ടെങ്കിൽ അതെല്ലാം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇതിന് സംഭാവനകൾ കൊടുക്കരുത് എന്ന് പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ദുരിതമനുഭവിക്കുന്ന ആ മനുഷ്യരോട് ചെയ്യുന്ന കടുത്ത ക്രൂരതയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ തികച്ചും മനുഷ്യവിരുദ്ധമായ പ്രചരണമാണത്. ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്.